ആ ദൗത്യ സംഘത്തിന് മുന്നിൽ ഉള്ള വെല്ലുവിളികൾ അത് വളരെ സങ്കീർണമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകളും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ശുചീകരണ തൊഴിലാളിയെ കാണാതായിട്ട് അതല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഇടത്തെ പരിശോധന പൂർത്തിയാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത മൂലമാണ്. അത്തരം ദുഷ്കരമായൊരു സാഹചര്യമുണ്ട്. കാരണം മാലിന്യം എത്ര കണ്ട് രൂക്ഷമാണ് ഈ പ്രതിസന്ധിക്കിടയാക്കിയത് എന്നതാണ്. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു പ്രതിസന്ധിയായി തന്നെ ഇത് മാറുകയാണ്. നമുക്ക് അത്തരം രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ ഇടമുണ്ട്, അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. കോർപ്പറേഷനും റെയിൽവേയും ഒക്കെ പറയുന്ന വാദങ്ങൾ പരിശോധിക്കപ്പെടണം, വിമർശന വിധേയമാവണം. അതിൽ മാധ്യമങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ രക്ഷാപ്രവർത്തനമാണ് ചെയ്യേണ്ടത്. ആ രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. എന്തായാലും സ്കൂബ ടീം അംഗങ്ങൾ, ആദ്യം പോയ സ്കൂബ ടീം അംഗങ്ങൾ തിരിച്ചെത്തുന്നു എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. അങ്ങനെയെങ്കിൽ അവർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടോ, ആദ്യം പോയി വന്ന ആ സ്കൂബ ടീം അംഗങ്ങൾ തിരികെ എത്തുകയാണ്. അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വിനോദ്, ആ സ്കൂബ ടീം അംഗങ്ങൾ 2 പേർ തിരികെ എത്തിയതായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്? എന്തെങ്കിലും സൂചനകൾ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ വിനോദ്? സൈത്ത്, നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. കാരണം പല ഘട്ടങ്ങളിലായാണ് ഈ സ്കൂബ അംഗങ്ങൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ചില ടീമുകൾ പ്രവേശിക്കുകയും പിന്നീട് അവർ ഒരു പരിധിവരെ അവിടെ തിരച്ചിൽ നടത്തിയ ശേഷം മറ്റ് അംഗങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ആ നിലയ്ക്കാണ് ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോളിലും അത്തരത്തിലാണ് ഈ അംഗങ്ങൾ, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള അംഗങ്ങൾ അവിടെ ഇറങ്ങിയത്. ഇതുവരെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു സൂചന ലഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നത് മാത്രമാണ്. ഏതെങ്കിലും ഒരു സൂചന, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചന ഇതുവരെ വന്നതായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവരുടെ നടപടിക്രമങ്ങൾ, ഇതിനുള്ളിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. എളുപ്പമല്ല സജിത്ത്, ഇതിനകത്തുള്ള ഒരു തിരച്ചിൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു പൂർണ്ണമായും കവേർഡായിട്ടുള്ള പ്രദേശം, അല്ലെങ്കിൽ ഒരു ഗുഹ പോലെ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരിടമാണ്. ഈ തോട് പൂർണ്ണമായും മൂടി 180ഓളം മീറ്റർ ദൂരത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പമുള്ള കാര്യമല്ല ഇതിനകത്തുള്ള തിരച്ചിൽ. മാത്രവുമല്ല, വെള്ളം മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് പോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മാലിന്യം, വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടി ഇതിനുള്ളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അത്ര കണ്ട് പ്രയാസമുണ്ട്. ഒരുപക്ഷെ ഈ മാലിന്യം വെള്ളത്തിന്റെ ഉപരിതലത്തിലാണ് ഉള്ളത്. അവർ പലപ്പോഴും ഈ തിരച്ചിൽ നടത്തിയ ശേഷം ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം അതാണ്. അവർക്ക് നിവരാൻ പറ്റില്ല. കാരണം അടിയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലൂടെ അവർക്ക് സഞ്ചരിച്ച് പോകാൻ കഴിയും. പക്ഷേ ഒരു ഘട്ടമെത്തി അവർക്ക് നിവരാൻ കഴിയാത്ത തരത്തിൽ മുകളിൽ മാലിന്യ കൂമ്പാരമാണ്. വശങ്ങളിൽ ഒക്കെയും ഒരു അതിന്റെ സർഫസ്, അതിന്റെ പ്രതലം മുഴുവൻ മാലിന്യം അടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ അളവിലാണ് മാലിന്യം അങ്ങനെ ഒരു ലെയറായി, ഒരു അട്ടിയായി തന്നെ മാലിന്യം അടിഞ്ഞു നിൽക്കുന്നത്. അത് വലിയ പ്രയാസമുണ്ടാക്കുന്നു. പക്ഷെ അവിടെയും ഉള്ള ഒരു സാധ്യത ഇതാണ്. കാരണം മാലിന്യം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അടിയിൽ വെള്ളമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യത അതാണ് തള്ളിക്കളയാത്തത്. കാരണം ഈ അമഴജാൻ തോട് നേരെ ഈ ആക്കുളം വേളി കായലുകൾ, അതിന്റെ ഒരു ഭാഗത്താണ് ചെന്ന് കയറുന്നത്. ആ കായലിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് പാർവതിപുത്തനാറും വന്ന് കയറുന്നത്. അങ്ങനെ ഈ അമഴജൻ തോടും പാർവതിപുത്തനാറും വേളിക്കായലിന്റെ ഭാഗമായി കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ ഇത്രയും മാലിന്യമുള്ളത് കൊണ്ട് ഒരുപക്ഷെ എവിടെയെങ്കിലും തടസ്സപ്പെടാൻ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.